നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്തെ ഒരു പുതിയ ഫീച്ചറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ ഫീച്ചർ നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റോറേജ് ഫ്രീ ആക്കി തരികയും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നതും അതുപോലെ മറ്റൊരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഫീച്ചറാണ് പ്ലേ സ്റ്റോർ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റിലാണ് ഈ ഫീച്ചർ ഉള്ളത്. അപ്പോൾ എന്താണ് ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജിൽ ആ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഉണ്ടാകും. നമ്മൾ ആ ആപ്പ് ഡിലീറ്റ് ചെയ്താലും ഫയലുകൾ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് ഫോണിൽ ഫയലുകളൊന്നും ഇല്ലാതിരുന്നിട്ടും സ്റ്റോറേജ് ഫുള്ളായി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അതിനുവേണ്ടി പ്ലേ സ്റ്റോർ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ മുൻപ് ഡിലീറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡാറ്റ സേഫ്റ്റി എന്നുള്ള ഒരു ഐക്കൺ കാണാം. അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡാറ്റ ഡിലീഷൻ എന്ന് കാണിക്കും. അതിന് താഴെ ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്ന് കാണിക്കും. അങ്ങനെ ആദ്യമേ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഗൂഗിൾ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഇമെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ക്യാൻസൽ ഡിലീഷൻ റിക്വസ്റ്റ് എന്ന് കാണിക്കുക. അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഐ വാണ്ട് ടു പെർമനൻറ്റ് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണിക്കുന്ന ഐക്കണിൽ ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു റീസൺ ചോദിക്കും. ആ റീസൺ സേഫ്റ്റി ഫോർ പ്രൈവസി കൺസേൺ എന്ന് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും യൂസ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ടു വെരിഫൈ ഐഡൻറ്റിറ്റി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ വീണ്ടും നമ്മൾ ഏതാണ് ഇമെയിൽ കൊടുത്തിട്ടുള്ളത് ആ ജിമെയിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുന്നതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് സക്സസ്ഫുള്ളി റിക്വസ്റ്റഡ് യുവർ കൺഫർമേഷൻ എന്നുള്ള ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ട് കാണും. അതിൽ അവർ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡിലീഷനെ പറ്റിയുള്ള റിക്വസ്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കും. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എനിവേ താങ്ക് യു ഗൈസ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.